എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഓണമാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പം ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും എല്ലാവരും. സദ്യ ഉണ്ടാക്കുന്ന തിരക്ക്, അതുപോലെ അത്തപ്പൂ ഇടുന്ന തിരക്ക്, അങ്ങനെയുള്ള തിരക്കിലായിരിക്കും എല്ലാവരും. ഞങ്ങളും തിരക്കിലാണ്, ജോലിക്ക് പോകുന്ന തിരക്കിലാണ് ഞാൻ. നമുക്ക് ഇന്ന് വർക്കിംഗ് ആണ്, ലീവ് ഒന്നും കിട്ടിയില്ല. അപ്പം ജോലിക്ക് പോകണം രാവിലെ തന്നെ. അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇനിയൊന്ന് റെഡി ആവണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ചോറ് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി വന്നിട്ട് ഓഫീസിൽ പോയിട്ട് വന്നിട്ട് ചോറൊക്കെ വെച്ച് വരുമ്പോൾ ലേറ്റ് ആകും. അങ്ങനെ ഞാൻ ചോറങ്ങ് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് റെഡിയായി. ഇതാണ് ഇന്നത്തെ എൻ്റെ ഓണത്തിനുള്ള ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു പഴയ ചുരിദാറാണേ. അങ്ങനെ ഇതിട്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാനുള്ള നേരം കിട്ടിയില്ല, ഓൾറെഡി ലേറ്റായി. കോൺഫ്ലെക്സ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ അങ്ങനെ മാഷ് കൊണ്ടുവിടും. മൊത്തത്തിൽ ലേറ്റായിപ്പോയി. ധ്രുവനെ എണീപ്പിച്ച് പാവം രാവിലെ അങ്ങനെ കൊണ്ടുവിടുക. ഇത് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി. ഇതെൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ഇവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നൊരു മലയാളി കുട്ടിയാണ്, അനശ്വര. അങ്ങനെ ഞാൻ പിന്നെ ഓഫീസിൽ 1 മണി വരെ ഇരുന്നിട്ട് ഓട്ടമാണ്. ഇനി എന്നും ഇങ്ങനെ തന്നെയാണ്, 1 മണിക്ക് ശേഷം ഞാൻ ഓട്ടമായിരിക്കും. ഇന്നിപ്പോൾ ഓണത്തിന് സദ്യ കഴിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ്. ഇനി ഇവിടെ നിന്ന് 2 ബസ് കയറണം. എനിക്ക് 2 ബസ് കയറിയിട്ട് വേണം എത്താനങ്ങ്. ഒരു 20-25 മിനിറ്റ് 30 മിനിറ്റ് അടുപ്പിച്ച് എടുക്കും. ഈ ഒരു ബോക്സ് കണ്ടോ, ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചത്. ഈ ഒരു ബോക്സ് അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഈ ഒരു ബോക്സ് രാവിലെ കാണുമ്പോൾ അതിൽ മൊത്തം ന്യൂസ് പേപ്പർ ആയിരിക്കുമേ. എന്ന് വെച്ചാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് എടുക്കാം, അത് കൊണ്ടുപോകാം, വായിക്കാം. അതിനുവേണ്ടി വെച്ചിരിക്കുന്നതാണേ. പക്ഷെ നല്ലൊരു ഐഡിയ. നമ്മളുടെ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കത് ഭയങ്കര ഒരു പുതുമയായിട്ട് തോന്നി. പക്ഷെ ഞാൻ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. മാഷ് എടുക്കും, ഞാൻ അങ്ങനെ എടുക്കാറില്ല. എനിക്ക് പണ്ടേ ഞാൻ പത്രം വായന ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒന്നും എടുക്കില്ല. അങ്ങനെ ആണ്ട് വീടെത്തിയിരിക്കുകയാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ഇനിയിപ്പം വീടെത്തിയപ്പോൾ കണ്ട കാഴ്ച, ധ്രുവൻ ഭയങ്കര ഉറക്കം. അവ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുകയാണ്. അവൻ രാവിലെ എണീച്ചുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ അവ ഉറങ്ങുകയാണ്. മാഷ് അവിടെ ഇരുന്ന് അപ്പുറത്തെ റൂമിൽ ഇരുന്ന് ജോലി ചെയ്യുകയാണ്. ഇതാണ് നമ്മളുടെ ഓണത്തിനുള്ള കറികൾ: പപ്പടം, അവിയൽ, ഓലൻ, പച്ചടി, കിച്ചടി, പുളിശ്ശേരി, സാമ്പാർ, ഇഞ്ചിക്കറി, മാങ്ങ, തോരൻ എല്ലാം ഉണ്ട്. എല്ലാം റെഡിയാണ്. പിന്നെ രസം ഇരിക്കുന്ന കുപ്പിയിൽ, സ്ഥലമില്ല, അതാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വളരെ വൈകി നമ്മൾ ഓണസദ്യ കഴിക്കാൻ പോവാണ്. സമയം 3 മണി ആയിട്ടുണ്ട്. പല പല തിരക്കുകൾ കാരണം വൈകിപ്പോയി. എല്ലാവർക്കും ഹാപ്പി ഓണം പറ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം ഫ്രം പ്രെറ്റി കെയോസ് ഡയറീസ്. ഓക്കേ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ നമ്മൾ ഇനിയും ചോറ് കഴിക്കാൻ പോവാണേ. ഇത് ഉപ്പേരി അല്ല, ഇത് ശർക്കര വരട്ടി. നമ്മളവിടെ ഉപ്പേരി ഞങ്ങളുടെ പത്തനംതിട്ടയിൽ ഇത് ശർക്കര വരട്ടി എന്നാ പറയുന്നേ. നമ്മളവിടെ ഉപ്പേരി. ഇത് ചക്ക വറ്റല്. ഓ, എങ്ങനെയുണ്ട്, കൊള്ളാമോ ധ്രുവ? ഇത് ചിപ്സ്. ഓക്കെ, ഇത് ഇഞ്ചി. ഇത് മാങ്ങാച്ചാർ, മാങ്ങ. ഓക്കെ, ഇത് ബീട്രൂട്ട് പച്ചടി. ഇത് വെള്ളരിക്ക വെച്ചിട്ടുള്ളത് പച്ചടി. ഇത് പൈനാപ്പിൾ വെച്ചിട്ടുള്ള പച്ചടി. പിന്നെ ഇത് തോരൻ. ഇതൊരു തീയല് പോലത്തെ ഒരു കറി. ഇത് അവിയല്. ഇത് കൂട്ടുകറി. ഇത് പപ്പടം. ഇത് ചോറ്. ഇത് പരിപ്പ്. ഇതെന്തുവാണ്? ഉടച്ചുകറി എന്ന് പറയുന്നത് കേട്ടോ.
എന്നാണ് തോന്നുന്നത്. ആദ്യം സദ്യ കഴിക്കുമ്പോ ഈ ശർക്കര വരട്ടി ഉപ്പേരി ഇതൊക്കെ കഴിക്കണം തുടങ്ങാം കേട്ടോ ധ്രുവ. അത് മാത്രമേ നമുക്ക് തുടങ്ങാം. അല്ല എന്നിട്ട് പറഞ്ഞോട് എങ്ങനെ കഴിക്കേണ്ട വിധമൊന്നോടെ. ആദ്യം നമ്മളിതാ ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ ഞോടിയിട്ട് ഇതിന് ഇഷ്ടമുള്ള കറി എടുത്ത് കഴിക്കാം കേട്ടോ. ഇന്ന കറിയൊന്നുമില്ല. എനിക്കാണെങ്കിൽ സദ്യ കഴിക്കാൻ പുതിയായിട്ട് എത്ര നാളിന് ശേഷം എന്നറിയാം. അങ്ങനെ നമ്മൾ ധ്രുവൻ സദ്യ കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് സദ്യ? സൂപ്പറാണോ? കുഞ്ഞിന് അച്ഛൻ തരാം. ഈ അച്ചടി എടുക്കാം. പിന്നെ ഏതാണ് തോര എടുക്കട്ടെ? അതാ വെള്ളമല്ലേ രസം. പോകും. നമ്മള് രസം ലാസ്റ്റ് അദ്ര കഴിക്കണ്ടേ. ഓ സൂപ്പറാണോ? എങ്ങനെയുണ്ട്? കൊള്ളാമോ? ടേസ്റ്റ് ഉണ്ടോ? അവർക്ക് പറ. അതുകൊണ്ട് അങ്ങനെ സദ്യ ഇഷ്ടായില്ലേ? നാട്ടിൽ പോയാൽ നമുക്ക് സദ്യ നന്നായിട്ട് കഴിക്കാം. തരാൻ കുഞ്ഞെ എല്ലാം തരാം. ആദ്യപ്പോ അങ്ങനെ നമ്മൾ ഈ 2025 ഓണം കരിഞ്ഞിരിക്കുകയാണ്. നമ്മൾ സദ്യയൊക്കെ കഴിച്ചു. നല്ല ആർഭാടമായിട്ട് സദ്യയൊക്കെ എല്ലാ കറികളും കൂട്ടി കഴിച്ചു. നല്ല സദ്യയായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, സദ്യ ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, നമ്മൾ സദ്യ വാങ്ങിച്ചതല്ലേ. ധ്രുവൻ പോയി വാങ്ങിച്ചല്ലേ? വാങ്ങിച്ചോണ്ട് വന്നല്ലേ കടയിൽ നിന്ന്. ഞങ്ങളിങ്ങനെ ഇവിടെ ഒരു മലയാളി കടയുണ്ട്, അവിടുന്ന് നമ്മൾ സദ്യ വാങ്ങിച്ച്. അങ്ങനെ സദ്യ അതിലെല്ലാം ഉണ്ടായിരുന്നു, എല്ലാ കറികളും ഉണ്ടായിരുന്നു. 3 കൂട്ടം പായസം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ നാട്ടിൽ അമ്മമാരുണ്ടാക്കി തരുന്ന അതേ രുചി തന്നെ. അപ്പം അങ്ങനെ ഈ വർഷം നാട് മിസ് ചെയ്തില്ല ആ സദ്യ കഴിച്ചുകൊണ്ട്. അങ്ങനെ ധ്രുവനും നന്നായിട്ട് അത്യാവശ്യം സദ്യയൊക്കെ കഴിച്ച്. അങ്ങനെ നമ്മളുടെ ഓണം ഇങ്ങനെയൊക്കെ ആയിരുന്നു. മാഷ് വീണ്ടും ജോലിക്ക് കയറി. ഓട്ടമായിരുന്നു, നമ്മളെല്ലാം ഓട്ടമായിരുന്നു. ജോലിക്ക് പോയി വന്നു. സദ്യ അത് ചൂടാക്കി വരാൻ തന്നെ 1 മണിക്കൂർ എടുത്ത്, എല്ലാ കറികളും ഫ്രോസൺ ആയതുകൊണ്ട്. അങ്ങനെ എല്ലാ കറികളും ചൂടാക്കി അതിൻ്റെ ഇടയിൽ മാഷ് പിന്നെ ബ്രേക്ക് എടുത്തിറങ്ങി. അങ്ങനെ മൊത്തത്തിലൊരു ഓട്ടപ്പാച്ചിലായിരുന്നു ഓണം. എങ്കിലും നമ്മൾ എൻജോയ് ചെയ്തു. ഇനി ഇത്രയൊക്കെ ഉള്ളൂ ഈ ഓണം എന്ന് പറയുന്നത്, കുഞ്ഞോണം. അങ്ങനെ നമ്മൾ ഈ ഒരു ഓണം വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവർക്കും നമ്മളുടെ ഓണം ഒരുക്കങ്ങളും ഓണമൊക്കെ ആഘോഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ പറ. ബൈ, നാളെ കാണാം. ബൈ. നമ്മൾ ഇന്ന് ഉറങ്ങും. ഓക്കെ.